മാമിനെ ചുറ്റിപ്പറ്റി എപ്പോഴും ഈ പറഞ്ഞ റൊമാൻസ് അല്ലെങ്കിൽ ലവ് അതിന്റെ ഒരു ഓറ എപ്പോഴും മധുബാല എന്നുള്ള പേരിന് ചുറ്റും അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ചുറ്റുമുണ്ട്. അതും ഇവിടെ വളരെയധികം പാവപ്പെട്ട ഒരു മനുഷ്യൻ, ആ മിക്സ് എങ്ങനെയാണ് വർക്ക് ആയിട്ടുള്ളത് ചിന്നചിന്നാസയിൽ? ഇപ്പൊ കറുപ്പില നിസ്സഹായന ഏറ്റവും എക്സ്ട്രീമിൽ കൊണ്ടുപോയിട്ടുള്ളത് ഒരു ഹീറോ വർഷിപ്പിനാണ്. ഇവിടെ അത് ഏത് ഏരിയയിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്? ആക്ച്വലി മൂവി ഫുള്ള് നമ്മൾക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്ദ്രൻ സാറിനെ കുറിച്ച് പറയാൻ പറ്റും. കാരണം അദ്ദേഹം അത്രയും നന്നായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ക്യാരക്ടർ, മൂപ്പർ ഇതിൽ നടക്കുന്ന സ്റ്റൈല് പോലും, വാക്കിംഗ് രീതി പോലും ഭൂമിയെ ഉപദ്രവിക്കാതെ, ഐ മീൻ ലിറ്ററലി ഭയങ്കരം ആ നടത്തം പോലും നമ്മൾക്ക് ഒരു രീതിയിലും നമ്മൾ ഇപ്പം സൗണ്ടിൽ പോലും നമ്മൾ അദ്ദേഹത്തിന്റെ ഫുഡ് സ്റ്റെപ്പ് പോലും കേൾക്കില്ല. ആ രീതിയിലാണ് ഇതിന്റെ ക്യാരക്ടർ മൂപ്പര് കൊണ്ടുവന്നത്. ഭയങ്കര മനമായിട്ട് ഓക്കെ കുഴപ്പമില്ല, ആണോ കുഴപ്പമില്ല, ഇതാണ് ആ ഒരു ക്യാരക്ടറിനോട് നമ്മൾക്ക് വെരി അഡോറബിൾ അല്ലേ, ഭയങ്കര അഡോറബിൾ ആണ് ക്യാരക്ടർ. ആ ഒരു ക്യാരക്ടറിലേക്ക് പുതിയൊരാൾ കയറി വരികയാണ്. ആ ഒരു എന്താ പറയാ, ഞാൻ പറഞ്ഞ നമ്മൾക്ക് ഭയങ്കര ലിമിറ്റേഷൻ ഉണ്ട്. കാരണം കഥ അത്രയും നമ്മൾക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. ഇല്ലെങ്കിൽ ഇന്ദ്രൻ ചേട്ടനെ വർണ്ണിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ. കാരണം അദ്ദേഹം സംസാരിക്കുന്ന രീതി ആവട്ടെ, ഹി റിയലി നോ ടു റെസ്പെക്ട് എ വിമൻ. ആ ഒരു ക്യാരക്ടർ ഭയങ്കരമാണ്. സോ അതുകൊണ്ട് തന്നെ എന്താ പറയാ, ഭയങ്കര ഇമോഷണൽ ആണ് ക്യാരക്ടർ. നമ്മൾക്ക് എപ്പോഴും നമ്മുടെ തൊട്ടിരുന്നിട്ട് നമ്മൾ അയ്യോ അയാൾക്ക് അങ്ങനെ, അയ്യോ ഇയാൾക്ക് അങ്ങനെ, ആ ഒരു നമുക്ക് ഫീൽ ചെയ്യില്ല ഭയങ്കര അയ്യോ അയ്യോ എന്ത് പാവാണ്, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. കാരണം ആ ഒരു നമ്മൾ പടത്തിന്റെ ബിഗിനിങ്ങിൽ തന്നെ ആ എൻ്റയർ വാരണസിക്ക് അയാൾ അറിയാമെന്ന് കാണിക്കുന്നുണ്ട്. അത് ഡയറക്ടർ ബ്രില്യൻസിൽ കാണിക്കുന്നുണ്ട്. ബട്ട് ഇത് സസ്പെൻസ് അല്ല, ബട്ട് എവ്രി വൺ നോസ്. മൂപ്പരിങ്ങനെ ചാവടിക്കാൻ പോകുന്ന ആളാവട്ടെ, അവിടുന്ന് ബോട്ട് എടുക്കുന്ന ആളാവട്ടെ, എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു ക്യാരക്ടറാണ് മൂപ്പര്. വെരി എന്താ പറയാ, എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ക്യാരക്ടറാണ്. അത് ഡെഫിനറ്റ്ലി ഈ ഒരു മൂവിയിൽ ഈ രണ്ട് ക്യാരക്ടർ നമ്മൾ ത്രൂ ഔട്ട് മൂവിയിൽ ഡ്രൈവ് ചെയ്ത് പോകും. അതിനിടയിൽ വരുന്ന ക്യാരക്ടേഴ്സ് എല്ലാം, ഈച്ച് ആൻഡ് എവറി ക്യാരക്ടേഴ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇവർക്ക് ഇവരുടെ ലൈഫിലൊരു ഭാഗമാണ്. ഇപ്പൊ ഇന്ദ്രൻ ചേട്ടനായിട്ട് ഇതിനു മുമ്പും സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതെ, അപ്പൊ അവിടെ തൊട്ട് ഇദ്ദേഹത്തെ കാണണ്ടല്ലോ. ഇപ്പൊ ഇപ്പത്തെ സോഷ്യൽ മീഡിയ സ്പേസിൽ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആക്ടേഴ്സ് എളിമ കാണിച്ചാൽ അല്ലെങ്കിൽ വിനയം കാണിച്ചാൽ അതിനെ എക്സ്ട്രീം ലെവലിൽ ട്രോൾ ചെയ്യപ്പെടുകയാണ്. അതിന് ഒരു ദാക്ഷിണ്യമില്ല, അവസ്ഥ അറിയാലോ. അപ്പം അവിടെയാണ് ഇന്ദ്രൻ ചേട്ടൻ എത്രയോ കാലമായിട്ട് ഒരേ ശരീരഭാഷ അല്ലെങ്കിൽ ഒരേ, ഇപ്പൊ എത്ര എക്സ്പീരിയൻസ് കുറഞ്ഞ ഡയറക്ടർ ആണെങ്കിലും കൂടിയ ഡയറക്ടർ ആണെങ്കിലും സാറിന് അഭിസംബോധന ചെയ്തിട്ട് അദ്ദേഹം സംസാരിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഇരിക്കുന്നത് ഇപ്പോഴും പ്ലാസ്റ്റിക് ചെയറിലൊക്കെ തന്നെയാണ്, കഴിക്കുന്നത് യൂണിറ്റുകാരുടെ കൂടെയാണ്. അപ്പൊ ഇതൊക്കെ അദ്ദേഹത്തിന് ജെന്യുവിനായിട്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ്. എപ്പോഴും അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടുണ്ടോ കുറച്ചുകൂടി പ്രിവിലേജ്ഡ് ആയിട്ട് ജീവിച്ചൂടെ, അങ്ങനെ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ അല്ലെങ്കിൽ അദ്ദേഹത്തെ പറ്റി അങ്ങനെ വിഷ്ണുവസ്തയെ പേഴ്സണലി ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ 4.5 കൃഷാന്തിന്റെ ഇത് നടക്കുന്ന സമയത്ത് ആക്ടേഴ്സ് എല്ലാം പ്രോപ്പർലി എന്താ പറയുന്നത്, എല്ലാവരും കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് കറക്റ്റ് ആണോ, അവര് ഇറിറ്റേറ്റഡ് ഒന്നും അല്ലല്ലോ എന്നൊക്കെ നോക്കാനായിട്ടൊരു AD ഉണ്ട്. അപ്പൊ ആ AD പിന്നെ ഇന്ദ്രൻ ചേട്ടന്റെ പുറകെ നടക്കുക, ക്യാരവാനിലിരിക്കും, മോളെ ഞാനിവിടെ ഇരുന്നോളാം. എന്നിട്ട് എന്നെ കണ്ടപ്പോ പറയാ, നീ ഒന്ന് പറയോ, ഞാനിവിടെ ഇരുന്നോളാം, ഞാനിവിടെ ഹാപ്പിയാ, ഈ കുട്ടി എന്നെ ഒരുപാട് കെയർ ചെയ്തു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നാ പിന്നെ കുറച്ചു നേരം അതിനകത്ത് അങ്ങ് ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഫീൽ ചെയ്തത് ആസ് എ പേഴ്സൺ, പുള്ളിയുടെ ആ സമയത്തെ കംഫർട്ട് എന്ന സംഭവമില്ലേ, നമ്മുടെ മനസ്സിലൊരു കംഫർട്ട് ഉണ്ടല്ലോ, അതല്ല പുള്ളി ആ കംഫർട്ടിൽ തന്നെയാണ് ഇതാക്കുന്നത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ പുള്ളി എന്തോ ത്യജിക്കല്ല, ത്യാഗം മൈൻഡ് അല്ല. സോ ഐ തിങ്ക് ഹി ഈസ് വെരി കംഫർട്ടബിൾ വിത്ത് ഹിംസെൽഫ്. ഭയങ്കര സോർട്ടഡ് ആണ്. നമുക്ക് ഒരിക്കലും ചോദിക്കാൻ തോന്നില്ല. നമ്മൾക്കിപ്പോ നിങ്ങൾ ചോദിച്ച ചോദ്യല്ലേ, അത് ചോദിക്കാൻ തോന്നണ്ടേ, എന്നാലേ ചോദിക്കാൻ പറ്റുള്ളൂ. ബട്ട് നമ്മളെയും കംഫർട്ടാണ് ആക്ച്വലി, നമ്മളും കംഫർട്ടാക്കി, അദ്ദേഹവും ഭയങ്കര കംഫർട്ടാണ്. നമ്മൾക്കൊരിക്കലും ഒരു ഡിസ്റ്റർബ് ചെയ്യാൻ തോന്നില്ല ഒരു രീതിയിലും. ആ ചോദ്യം തന്നെ ഒരു ഡിസ്റ്റർബൻസ് ആണ് ആക്ച്വലി, അല്ലേ? അത് തോന്നില്ല നമ്മൾക്ക്. ഇപ്പൊ இந்த படத்துல நீங்க அத நடந்து போகும்போது அவரொரு டயலாக் இருக்கு அவருக்கு, அதாவது மல்லிப்பூ இல்ல இவ்வளவு வேகமா நடந்தா செருப்பு பிஞ்சிடுவாங்க. இப்போ நீங்க வந்து ரியல் லைஃப்ல ரொம்பவே ஹீல்ஸ் போடுற ஒரு ஆளு. அப்போ இந்த கேரக்டர்ல வந்து நார்மல் செப்பல் தான் போடணும். அப்போ அந்த பாடி லாங்குவேஜுக்கான ஒரு மனக்கணக்கு இருக்கணும், அந்த ஒரு ப்ராக்டிஸ் இருக்கணும். நம்மளோட மலையாளத்துல வழக்கம் சொல்லுவோம், நம்ம பாடி அதுக்கு ரெடி ஆகணும். இப்போ
அந்த மாதிரி அப்சர்வேஷன், அந்த மாதிரி பிராக்டிஸ் அது இருந்ததுண்டா நீங்க ஆக்ட் பண்ணாத போய்? அது எனக்கு ரொம்ப ஈஸியா வந்தது. காஸ்டியூம் கொடுத்த உடனே அந்த பாடி லாங்குவேஜ் மாறிடுது. அந்த புடவை கட்டி அந்த செப்பல் இல்லாம அந்த செப்பல் போட்டு அந்த ஸ்ட்ரீட்ஸ்ல நடக்கிறது. ஸோ ஆட்டோமேட்டிக்லி அதுல நான் எதுவும் ப்ராக்டிஸ் பண்ணல, மைண்ட் செட்லாம் ஒன்றும் இல்லை. அண்ட் எனக்கு இந்திரன் சார் கிட்ட அண்ட் வர்ஷா கிட்ட என்ன ஹெல்ப் கிடைச்சதுன்னா, ஆஸ் அன் ஆக்டர் ஐ ஆல்வேஸ் ஃபீல் நம்ம ஒன்றும் பண்ணலைன்னா கூட நம்ம ஆக்டிங் பண்ணோம்னா ஏதாவது ஒரு ஜெஸ்டர் ஆஸ் அன் ஆக்டர் ஒரு யூ ஹாவ் டு டூ சம்திங் அப்படின்னு ஐ ஆல்வேஸ் ஃபீல். பட் வாட் ஐ லேர்ன் ஃப்ரம் வர்ஷா அண்ட் இந்திரன் சார் இஸ் யூ டோன்ட் ஹாவ் டு டூ எனி திங். ஏன்னா நம்மளுக்கு ஒரு கிளீஷேயா ஒரு நேச்சுரல் ஆக்டிங் கூட நேச்சுரல் ஆக்டிங் பண்றோம். ஏன்னா வி வில் டூ சம்திங் லைக் திஸ், நேச்சுரலா இப்படி பண்ணுவோம், அது வந்து நேச்சுரல் ஆக்டிங் அப்படின்னு. பட் எனக்கு என்ன இந்த படத்துல தெரிஞ்சதுன்னா, தட் இஸ் த மலையாளம் கல்ச்சர், மலையாளம் ஃபிலிம் கல்ச்சர். ஐவ் சீன் மம்முகாஸ் ஃபிலிம், ஐவ் சீன் எவ்ரிபடிஸ் ஃபிலிம்ஸ். தே டோன்ட் டூ எனிதிங் ஆஸ் அ கிளீஷே which the other industry, Telugu industry, Hindi industry, நம்மலாம் ஈவன் நார்மல் நேச்சுரல் ஆக்டிங்ல கூட கொஞ்சம் கிளீஷே ஜெஸ்டர்ஸ் யூஸ் பண்ணுவோம். ஈவன் டயலாக் பேசுறச்ச கூட ஒரு ரேசிங் ஆஃப் தி ஐப்ரோ, ஏதாவது ஒரு கிளீஷேடா இப்படி பண்ணா கொஸ்டின் மார்க் இருக்கும் அப்படிங்கிற மாதிரி. பட் அதெல்லாம் எதுவுமே இல்லாம absolutely no using of any cliched expression. Varsha did not allow, she noticed everything. By chance கொஞ்சம் கிளீஷியா போனா கூட she will come and say அது வேண்டாம். வாட் ஐ தாட் ஐ எம் டூயிங் கிரேட், நல்ல ஆக்டிங் பண்றேன், ஒரு நல்ல ஒரு எக்ஸ்பிரஷன் கொடுக்குறேன் அப்படின்னு எனக்கு ஃபீலிங் இருந்தா கூட அவங்க வந்து அந்த கிளீஷே பண்ண விட மாட்டாங்க. ஸ்டாக் எக்ஸ்பிரஷன் எல்லாம் வேணாம், ஸ்டாக் எக்ஸ்பிரஷன் வேண்டாம். ஓகே. ஸோ ஃபர்ஸ்ட் டைம் ஐ ஃபெல்ட் ஒரு எக்ஸ்பிரஷனுமே இல்லை, இட் இஸ் ஜஸ்ட் அப்படியே. அதுல வந்து இந்திரன் சார் மாஸ்டர், he doesn't do anything. Yeah. அதுல அவர் மாஸ்டர் அண்ட் வர்ஷா ஆல்சோ அந்த ஆஸ்பெக்ட்ல அவங்க என்ன நிறைய கைட் பண்ணாங்க. மேம் கேள்விப்பட்டிருக்கேன் நீங்க என்கிட்ட வருஷம் கேள்விப்பட்டிருக்காங்க. நீங்க மணிரத்னம் சார் 100 பேரை ஆடிஷன் பண்ணிட்டு தான் உங்ககிட்ட அந்த ரோஜா ரோல்ல வந்து சேர்ந்தாங்க, உண்மையா? அப்படின்னு எனக்கே அப்புறமா தான் தெரிஞ்சது. நான் ஃபர்ஸ்ட் மணி சாரை மீட் பண்ணச்சு பாலச்சந்தர் சார் என்ன சொன்னாங்க, போய் ஆடிஷன் இல்ல ஜஸ்ட் கோ மீட் ஹிம். அங்க அவர் வந்து எனக்கு விக் வச்சு மேக்கப் போட்டு ஒரு சீன் ரீட் பண்ண வச்சார். அந்த சீனை நான் ரீட் பண்ண உடனே he started narrating the whole story of the film and he told my father the dates of the film immediately annike. So I came back thinking, wow, I'm doing this film. I didn't know that is what was called audition. I thought I got selected. Mani sir looked at me, he liked me and I got selected. Apparma I find out that there were so many other people who did audition before me. I didn't know that. I didn't know even I went for audition. I didn't know that.